قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തോടുകൂടി ഏതാണ്ട് 28 ദിവസമായി അമേരിക്കയും ഇസ്രായേലും കൂടി ഒരു പരമാധികാര രാജ്യമായ ഇറാൻ്റെ മേൽ ബോംബ് വർഷം തുടങ്ങിയിട്ട് 28 ദിവസമായി ഇന്നത്തെയോടുകൂടി. ഇസ്രായേൽ പ്രതിരോധ സെക്രട്ടറി ഇസ്രായേൽ കാറ്റ്സ് മിനിഞ്ഞാന്നൽ പറഞ്ഞത് ഇതിനകം ഏതാണ്ട് 15,000 ബോംബുകളാണ് ഞങ്ങൾ ഇറാൻ്റെ മേൽ വർഷിച്ചിട്ടുള്ളത് എന്നാണ്. ഇന്നിപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് വർഷിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ നയതന്ത്ര തല ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ മേൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അമേരിക്കയും ഇസ്രായേലും കടന്നു കയറുക, 15,000-ഓളം ബോംബിടുക, ആ രാജ്യത്തിൻ്റെ പരമാധികാരിയെ കൊന്നുകളയുക, സ്കൂളിന് നേരെ ബോംബ് വർഷിച്ച് 208 കുട്ടികളെ കൊന്നുതള്ളുക, ആ രാഷ്ട്രത്തിൻ്റെ ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്ന 40ഓളം വരുന്ന ആളുകളെ കൊല്ലുക. ഇതൊക്കെ സത്യത്തിൽ ഇറാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് ആരും ചോദിച്ചു പോകും. ഇങ്ങനെയൊക്കെ കാണിക്കാൻ മാത്രം ഇറാൻ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന ചോദ്യം ന്യായമല്ലേ? ഈ ചോദ്യവും അതിൻ്റെ ഉത്തരത്തിലേക്കും വരുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് പറയേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ഗസയെ ആക്രമിക്കുകയാണ്. 2025 ഒക്ടോബർ മാസം 10-ാം തീയതി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഗസയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതായത് നീണ്ട 2.5 കൊല്ലം ഇസ്രായേൽ ഗസയെ ആക്രമിച്ചു. എന്നിട്ടെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 100,000-ഓളം മനുഷ്യരെ ഇസ്രായേൽ കൊന്നുതള്ളി. 100,000-ഓളം മനുഷ്യരെ അവിടെ കാണാതായി. 100 കണക്കിന് മനുഷ്യർ, 1000-കണക്കിന് മനുഷ്യർ ഇന്ന് ഗസയിൽ വികലാംഗരാണ്. മാത്രമല്ല, ഗസയെ ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് മെറ്റൽ കൂനയാക്കി മാറ്റി. ഞാൻ പറഞ്ഞു, 2025 ഒക്ടോബർ മാസം 10-ാം തീയതി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഇന്നലെ വരെയുള്ള ദിവസവും കൂടി നമ്മൾ കൂട്ടുമ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം 650 ഗസക്കാരെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു. ഇസ്രായേൽ പട്ടാളം കൊന്നുകളഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം 650 പച്ച മനുഷ്യരെ ഇസ്രായേൽ വീണ്ടും കൊന്നു. ഇതൊക്കെ എന്തിനാണ് ഇസ്രായേൽ ചെയ്തത്, അമേരിക്ക അതിന് കൂട്ടുനിന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു പക്ഷേ ചിലർക്ക് പറയാനുണ്ടാകാവുന്ന ഉത്തരം
ആവശ്യമില്ലാതെ ഹമാസ് പോയി ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ടല്ലേ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാദത്തിനത് സമ്മതിച്ചാൽ തന്നെ അതിൻ്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ ആ സമയത്തുള്ള ഹുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വാദത്തിന് വേണ്ടി അങ്ങോട്ട് ചൊറിഞ്ഞിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ ഇറാൻ ആരെയാണ് ചൊറിയാൻ പോയത്? ഇറാൻ ഏത് രാജ്യത്തെയാണ് ചൊറിയാൻ പോയത്? ഇറാനിൽ നിന്ന് 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രായേലിനെ ഇറാൻ ചൊറിയാൻ പോയോ? അവിടെ വല്ല ബോംബ് വർഷവും നടത്തിയോ? ഇല്ലല്ലോ. ഇറാനിൽ നിന്ന് 12000 കിലോമീറ്റർ അപ്പുറത്തുള്ള അമേരിക്കയെ ഇറാൻ ചൊറിയാൻ പോയോ? ഇല്ലല്ലോ. എന്നിട്ട് എന്തിനാണ് നയതന്ത്രതല ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരു പരമാധികാര രാഷ്ട്രത്തിൽ ബോംബ് വർഷിച്ചതിൻ്റെ ന്യായം എന്താണ്? അപ്പോൾ യഥാർത്ഥ പ്രശ്നം ചൊറിയലിൻ്റെയും മാന്തലിൻ്റെയും പ്രശ്നമൊന്നുമല്ല, അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങളാണ്. ഒരുപാട് മാനങ്ങളുണ്ട്. ഒരു രാജ്യവുമായി മറ്റൊരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കടന്നാക്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യം കടന്നാക്രമിക്കുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. സാമ്പത്തികമായ മാനങ്ങളുണ്ടാകും, രാഷ്ട്രീയമായ മാനങ്ങളുണ്ടാകും. ഇനി നമ്മുടെ ഒന്നും ചർച്ചയിൽ വരാത്ത ഒരുപാട് നിഗൂഢ മാനങ്ങൾ ആ യുദ്ധങ്ങളുടെ ഒക്കെ പുറകിലുണ്ട്, ഇപ്പോഴത്തെ അക്രമത്തിൻ്റെ പുറകിലുണ്ട്. നമ്മളൊന്നും ചർച്ച ചെയ്യാത്ത ഒരുപാട് ലക്ഷ്യങ്ങളും മാനങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിനുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചത്. അഥവാ എന്തിൻ്റെ പേരിലാണ് ഇറാൻ ആക്രമിച്ചത്? അത് ചൊറിയലിൻ്റെ മാന്തലിൻ്റെ പ്രശ്നമല്ല, അത് വിധേയത്വത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും വിലായത്തിൻ്റെയും പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യയിലെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ നല്ലത് എന്നെനിക്ക് തോന്നുന്നത് പശ്ചിമേഷ്യയിലെ എല്ലാ അഹ്ലുസുന്ന രാഷ്ട്രങ്ങളും അമേരിക്കക്ക് ഇതിനകം വിധേയപ്പെട്ട് കഴിഞ്ഞു. നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞു, മനസ്സുകൊണ്ട് സമ്മതിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയാണ് ഞങ്ങളുടെ വലിയ, അമേരിക്കയാണ് ഞങ്ങൾക്ക് രക്ഷ നൽകുന്നത്, ഞങ്ങളുടെ രക്ഷാധികാരി അമേരിക്കയാണ് എന്ന് പശ്ചിമേഷ്യയിലെ എല്ലാ അഹ്ലുസുന്ന രാഷ്ട്രങ്ങളും ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏക്കറുകളും ഹെക്ടറുകളും ഒക്കെ വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്കയുടെ എയർ ബേസുകളും അമേരിക്കയുടെ മിലിറ്ററി ബേസുകളും അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും വലിയ ബേസ് ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിൽ 2 ബേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാ രാഷ്ട്രത്തിലും ബേസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഒരു കാര്യം ഈ പശ്ചാത്തലത്തിൽ ആലോചിക്കേണ്ടത്, ഈ ബേസുകളൊക്കെ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ഈ ബേസുകളെ കൊണ്ട് വല്ല ഉപകാരവും കിട്ടിയോ? ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾക്ക് ഉപകാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ മൊത്തത്തിൽ എത്തി നിൽക്കുന്നത് ചീരേമ മുടിചിറ്റിയ മാതിരിയായി ഇപ്പോൾ ബേസ് സ്ഥാപിച്ചത്. ആ ബേസിൽ നിന്നും വല്ലതും ചെയ്യാൻ അമേരിക്കക്ക് പറ്റിയോ? ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറാൻ ഒന്നും ചെയ്യാഞ്ഞിട്ടും ആ ബേസ് ഇപ്പോൾ ഓൾറെഡി മിക്കവാറും അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളെല്ലാം ഇറാൻ അടിച്ച് തവിടുപൊടിയാക്കിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആക്രമിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? അവിടെ നിന്നെങ്ങാനും ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഈ വിട്ട ഡ്രോണുകളെക്കാൾ അപ്പുറത്ത് ഇസ്രായേലിലേക്ക് വിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഇവരുടെ രാഷ്ട്രങ്ങളിലേക്ക് വിടും. ഇപ്പോ 10,000-40,000 രൂപ ചെലവുള്ള ഡ്രോണുകൾ അവിടെ ഇവിടെയൊക്കെ വിട്ടിട്ടേ ഉള്ളൂ. കാരണം എന്താ? അവിടെ നിന്നെങ്ങാനും അമേരിക്കൻ ബേസുകളിൽ നിന്ന് അമേരിക്ക ഇറാനെ അടിക്കാൻ ശ്രമിച്ചാൽ പിന്നെ വളരെ തൊട്ടടുത്താണുള്ളത്. ഇസ്രായേൽ കിടക്കുന്നത് 2000 കിലോമീറ്റർ അപ്പുറത്താണ്. 1700 കിലോമീറ്ററാണ് ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ. അതേസമയം സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, അതേപോലെ തന്നെ ഈ പറയുന്ന കുവൈറ്റ് ഒക്കെ കിടക്കുന്നത് വളരെ അടുത്താണ്. 800, 850, 1000 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്താണ് ഈ രാജ്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഉപകാരപ്പെട്ടില്ല. ഇനി നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ അമേരിക്കൻ ബേസുകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് ഈ അറബ് രാഷ്ട്രങ്ങളെ രക്ഷിക്കാനാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വെളിവുള്ള തലച്ചോറുള്ളൊരു മനുഷ്യനും വിചാരിക്കില്ല. കാരണം വെച്ചാൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് പറ്റില്ല. കാരണം ഈ ആക്രമണങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന അമേരിക്കയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അമേരിക്ക പോയി ഇസ്രായേലിന്റെ പക്ഷത്തെ നിൽക്കൂ. കാരണം അമേരിക്കയുടെ നിലനിൽപ്പ് ഇസ്രായേലാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വിചാരിക്കുക അമേരിക്കയാണ് ഇതൊക്കെ ചെയ്യുക. അല്ല, അന്തിമമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അമേരിക്ക എന്ത് ചെയ്യണമെന്ന് പോലും തീരുമാനിക്കുന്ന ഇസ്രായേലാണ്, ജൂതരാഷ്ട്രമാണ്. അമേരിക്ക പോലും യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കാളിയാകണമെന്ന്. മറിച്ച്
ഇസ്രായേൽ വലിച്ചു കൊണ്ടുവന്ന് ഇടുകയാണ്. ഇപ്പൊ അവസാനം എന്താണ് പറയുന്നതെന്ന് പോലും അമേരിക്കൻ പ്രസിഡന്റ് വലിയ തിരിച്ചറിവില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ടാണല്ലോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്നെ ഇറാന്റെ പരമാധികാരിയാക്കാൻ അവർ പറഞ്ഞു, എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല. എന്താണ് ഈ പറയുന്നത്? തൊട്ടപ്പോൾ ഉള്ള റിലേ മൊത്തം പോയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ പരമാധികാരി ഉള്ളത്. ഇറാന്റെ ആയത്തുള്ളയാക്കാന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ആർക്കും ഒരു പിടിയില്ല ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന്. ലോകത്തെ ഒരു രാഷ്ട്രത്തിനും അറിയാൻ പാടില്ല, ആ രാജ്യത്തെ ജനങ്ങൾക്കും അറിയാൻ പാടില്ല ഞങ്ങളുടെ നേതാവ് ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അമ്മാതിരിയുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാന് നേരെയുള്ള ഈ ആക്രമണത്തിന്റെ പൊരുൾ മറ്റൊന്നുമല്ല. നേർക്ക് നേരെ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ പുറകിൽ നിൽക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങളും നിഗൂഢമായ താല്പര്യങ്ങളും ഒന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാത്ത കാര്യം നമ്മൾ കയറി നിന്ന് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. പ്രത്യക്ഷത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെ കയറി അടിക്കുന്നതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ? കാരണം എന്താ ചോദിച്ചാൽ, ഈ പറയുന്ന അഹ്ലുസുന്ന രാഷ്ട്രങ്ങളെല്ലാം ഓൾറെഡി ഞങ്ങൾക്ക് വിധേയമാണ്. ആ ഭാഗത്ത് ഇനി ഞങ്ങളെ വണങ്ങി നിൽക്കാത്ത ഏക രാഷ്ട്രം ഈ ഷിയ രാഷ്ട്രമാണ് എന്ന് അമേരിക്കക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം പതിറ്റാണ്ടുകളായിട്ട് ഇസ്രായേലിന്റെയും ദൈവശത്രുവായിട്ടുള്ള അമേരിക്കയുടെയും പിന്നെ രക്ഷാധികാരത്വം അംഗീകരിക്കാത്ത, അവരുമായി എന്നും അകൽച്ചയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രം ഈ ഷിയ രാഷ്ട്രമാണ്. ബാക്കി എല്ലാവരും അവർ പറയുമ്പോൾ, കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന രാഷ്ട്രങ്ങളാണ് ലോകത്ത് മൊത്തം ഉള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ പോലും ദയനീയമായ അവസ്ഥയാണ്. എണ്ണ വാങ്ങുന്ന കാര്യമൊക്കെ നമ്മൾ പത്രത്തിലൂടെ വായിച്ചതല്ലേ. അമേരിക്ക പറഞ്ഞു അപ്പോൾ വാങ്ങുന്നു, റഷ്യയോട് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പോലും ആറ്റം ബോംബ് കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ പോലും അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ അറബ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ നമുക്ക് പറയാനില്ലല്ലോ. അപ്പൊ എല്ലാവരും കീഴ്പ്പെട്ടിട്ടുണ്ട്. കീഴ്പ്പെടാത്ത ഏക രാഷ്ട്രം ഇറാൻ മാത്രമാണ്. ഇറാൻ ഒരു അടിമത്വ ബോധമില്ല എന്നവർക്കറിയാം. ഇറാൻ ഒരു വിധേയത്വ ബോധം ഇല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ഇറാൻ അവിടെ സൈനികമായി വളർന്നു വന്നാൽ ആ കാര്യത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടേണ്ടി വരിക ഇസ്രായേലാണെന്ന് ഈ രണ്ട് ഏമാന്മാർക്കും അറിയാം. ഈ എപ്സ്റ്റീൻ ഏമാന്മാർക്ക് നന്നായി അറിയാം. ഇറാൻ സൈനികമായി അവിടെ വളർച്ച പ്രാപിച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭീഷണി ഇസ്രായേലിനാണ് എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പതിറ്റാണ്ടുകളായിട്ട് നിങ്ങൾക്കറിയാം ഉപരോധത്തിലാണ് ഇറാൻ ഉള്ളത്. ഒരു സാധനം കച്ചവടം ചെയ്യാൻ പറ്റില്ല. നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സാധനം കച്ചവടം ചെയ്യാൻ പറ്റില്ല. അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളതെല്ലാം അവർ സ്വന്തമായി അവരുടെ ശേഷി കൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കൊറോണയുടെ മരുന്ന് പോലും അവരാണ് വികസിപ്പിച്ചെടുത്തത്. അവിടുത്തെ ഇറാനിലെ ജനങ്ങൾ കൊറോണയുടെ വാക്സിൻ ഉപയോഗിച്ചത് 75% ജനങ്ങളും അവിടുത്തെ വാക്സിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 75% ജനങ്ങളും അവർ സ്വയം വികസിപ്പിച്ചെടുത്താണ് ആ വാക്സിൻ ഈ ഉപരോധങ്ങൾക്കിടയിലെല്ലാം. എന്നിട്ടും അവർ സൈനികമായി ശക്തി സമ്പാദിക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇന്ന് ലോകത്തിന്റെ മുൻപിൽ അവരുടെ ഏറ്റവും വലിയ അന്തസ് എന്ന് പറയുന്നത് 10-45 കൊല്ലമായിട്ട് എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ 2000 കിലോമീറ്റർ അല്ല 4000 കിലോമീറ്റർ ദൂരത്തിൽ പോകാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ അവർ വൈജ്ഞാനികമായി ശാസ്ത്രീയമായി കരുത്ത് നേടി എന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ചിന്തിച്ചാൽ ഇസ്രായേലിന് ഇറാൻ ഭീഷണിയാണ്. ഈ ഭീഷണി ഇല്ലാതാക്കാനാണ് ഈ പറയുന്നത് പോലെ ആദ്യം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നശിച്ചോളും എന്ന് തീരുമാനിച്ചു. കാരണം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഒരു രാഷ്ട്രത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടുത്തെ ഇറാൻ കറൻസി എന്നൊക്കെ പറയുന്നത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയാണ്, വളരെ താഴെയാണ് നിലകൊള്ളുന്നത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും മൂല്യം ഇടിഞ്ഞുപോയ കറൻസിയാണ് ഇറാനുള്ളത്. ഈ ഉപരോധങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും സൈനികമായി ശക്തി ആർജിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അവർ വിചാരിച്ചില്ല 2000 കിലോമീറ്റർ അപ്പുറത്ത് ഡിമോണ എന്ന് പറയുന്ന ഇസ്രായേലിലെ ആണവായുധ സൈനിക ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കേന്ദ്രത്തിന്റെ മുറ്റത്താണ് ഈ ബാലിസ്റ്റിക് മിസൈൽ 2000 കിലോമീറ്റർ താണ്ടി അവിടെ ചെന്ന് വീണത്. ഞെട്ടിത്തെരിച്ചു പോയി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ദുഷ്കരമായ സായാഹ്നമായിരുന്നു എന്ന് ഈ ദൈവശത്രുവിന് പറയേണ്ടി വന്നു ലോകത്തോട്. ഇന്നലെ നമുക്ക് ദുഷ്കരമായ സായാഹ്നമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൈവശത്രുവിനെ കൊണ്ട് പറയിച്ചു. എന്നിട്ട് മറ്റൊരു വൃത്തികേട് കൂടി പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി വരണമെന്ന്.
ആരെ രക്ഷിക്കാൻ? എങ്ങാണ്ട് ഉറങ്ങിക്കിടന്ന ഒരു രാഷ്ട്രത്തിന്റെ മേലെ കൊണ്ടുപോയി ബോംബിട്ടിട്ടും അവർ തിരിച്ചടി അത് ചെറുതായിട്ടൊന്ന് പൊള്ളിയപ്പോ, കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊള്ളിയപ്പോ ലോകത്തോട് പറയുന്നു ഞങ്ങൾക്ക് ദുഷ്കര സായാഹ്നമാണ്, അതുകൊണ്ട് ഇപ്പൊ ഇറാനെ ഒതുക്കണമെങ്കിൽ എല്ലാവരും കൂടി ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടണം. അവര് പോയ ഏതോ രാജ്യത്തിന്റെ നെഞ്ചത്തേക്ക് കയറിയതിന് ശേഷം ബാക്കിയുള്ള രാഷ്ട്രങ്ങളൊക്കെ അതിനകത്ത് ഊരാൻ വേണ്ടി കൂടെ ചെല്ലണമെന്നാണ് അവർ പറയുന്നത്. എന്തൊരു വൃത്തികേടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി പറയുന്നത്. അപ്പൊ ഇറാനെ ഒതുക്കാൻ ഇത് ആവശ്യമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2023 ഒക്ടോബർ 7 മുതൽ ഈ നിമിഷം വരെ ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഗസയെ ആക്രമിക്കുകയാണ്. 2.5 കൊല്ലത്തോളായി ആക്രമണം തുടങ്ങിയിട്ട്, 2.5 കൊല്ലത്തോളം. അതിൻ്റെ കണക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതേപോലെ തന്നെ ലബനോനെ അടിക്കുകയാണ് 2.5 കൊല്ലമായിട്ട്. ഈ അടി മുഴുവൻ നടത്തിയിട്ടും ലോകത്ത് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. നമ്മുടെ നാട്ടിൽ ഹോട്ടൽ അടച്ചോ? 2.5 കൊല്ലം ഗസയെ ആക്രമിച്ചിട്ട്, ലബനാനെ ആക്രമിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വല്ല പ്രതിസന്ധിയും ഉണ്ടായ? ഒരു പ്രതിസന്ധിയും ഉണ്ടായില്ല. അതേപോലെ തന്നെ 2022 ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ് റഷ്യ ഉക്രൈൻ അടിക്കാൻ തുടങ്ങിയത്. ഇന്നേക്ക് 4 കൊല്ലമായി. റഷ്യ ഉക്രൈൻ അടിക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. ലോകത്ത് വല്ല പ്രതിസന്ധി ഉണ്ടായോ? നമുക്ക് വല്ല പെട്രോൾ കിട്ടാതെയായോ? ഒന്നും ആയില്ല. താൽക്കാലികമായ ഹൂത്തികൾ എന്തോ ചെയ്തപ്പോൾ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ വന്നതല്ലാതെ വേറെ ലോകത്ത് ഒരു ചലനവും അതുണ്ടാക്കിയിട്ടില്ല. അതേപോലെ തന്നെ 2026 ജനുവരി മാസം 3-ാം തീയതിയാണ് വെനൂസല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കയറി ആ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള നിക്കോളാസ് ഡുമോറയെ കയ്യാമം വച്ച് കണ്ണ് കെട്ടി ചെവി അടച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയത്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനോട് ഒരു രാജ്യം കാണിച്ചതാണ് ഞാനീ പറഞ്ഞത്, വെനൂസല. എന്നിട്ട് കൊണ്ടുപോയിട്ട് ലോകത്ത് വല്ല പ്രതിസന്ധി ഉണ്ടായോ? നമ്മുടെ കേരളത്തിൽ വല്ല ഹോട്ടൽ അടച്ചോ? ലോകത്ത് എവിടെയെങ്കിലും വല്ല പ്രതിസന്ധി ഉണ്ടായോ? അവിടെ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനക്കോ അല്ലെങ്കിൽ അതേപോലുള്ള ചില രാഷ്ട്രങ്ങൾക്ക് കുറച്ച് പ്രതിസന്ധി ഉണ്ടായത് ഒഴിച്ചു നിർത്തിയാൽ ആഗോള തലത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. അതേസമയം 2025 ജൂൺ മാസത്തെ 12 ദിവസം ഇറാൻ ആക്രമിച്ചപ്പോൾ 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം, ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പഴങ്ങനാട് വരെ ഹോട്ടൽ അടച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ പ്രതിസന്ധി വന്നാൽ ലോകത്ത് മൊത്തം പ്രതിസന്ധി ഉണ്ടാകും എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? മൊത്തം പ്രതിസന്ധി ഉണ്ടാകുമെന്നല്ലേ അർത്ഥം? ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഷട്ടറിട്ടാൽ, അതടച്ചാൽ, അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ലോകത്തെല്ലായിടും, അമേരിക്കയിൽ പോലും പ്രതിസന്ധി ഉണ്ടാവുന്നല്ലേ? ഇന്നലെ വരെ ഇറാന്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ എഫ്സി നിയമം പറയുന്നു എണ്ണ വാങ്ങിച്ചോ, അവിടെ നിന്ന് തീരുമാനം വന്ന് വാങ്ങിച്ചോളാൻ. അത് കാരണം എണ്ണ വിൽക്കാൻ പറ്റി കുറച്ച് ഇറാന്. അതേപോലെ തന്നെ ഇന്ത്യയോട് പറഞ്ഞു റഷ്യയോട് എണ്ണ വാങ്ങരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റഷ്യനെ അടിക്കാൻ ധൈര്യമില്ല. 4 കൊല്ലമായിട്ട് ഉക്രൈനെ അടിച്ചിട്ട് റഷ്യയെ ഒന്ന് നേരിടാൻ ഇവർക്ക് ആർക്കും പറ്റണില്ല. അതിന് പകരം എന്താ ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അഥവാ ലോകരാഷ്ട്രങ്ങളോടൊക്കെ അമേരിക്ക എന്താ പറഞ്ഞത്? നിങ്ങൾ ആരും റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങരുത്. പറഞ്ഞ് കേൾക്കാനുള്ളൂ എല്ലാവരും. അത് അമേരിക്കക്കും അറിയാം. റഷ്യയോട് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു. ഇന്ത്യയോടും പറഞ്ഞു റഷ്യയോട് എണ്ണ വാങ്ങരുത്. എണ്ണ വാങ്ങാതെ ആകുമ്പോൾ അവർക്ക് കാശുണ്ടാവില്ല. കാശില്ലാതെ ആകുമ്പോൾ ആ കാശ് കൊണ്ടാണ് ഇവർ ഉക്രൈൻ അടിക്കുന്നത്. അപ്പൊ ഉക്രൈൻ അടിക്കൂല. എങ്ങനെയുണ്ട് ഫോർമുല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എണ്ണ വാങ്ങുമ്പോഴാണ് റഷ്യക്ക് കാശുണ്ടാകുന്നത്. റഷ്യക്ക് കാശുണ്ടാകുമ്പോഴാണ് റഷ്യ കാശ് ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങി ഉക്രൈൻ അടിക്കുന്നത്. റഷ്യ ഉക്രൈൻ ആക്രമിക്കുന്ന നിർത്തണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങാതിരിക്കും. അങ്ങനെ ഇന്ത്യ എണ്ണ വാങ്ങണ്ടായിരുന്നില്ല. എന്തിയെ? ഈ ആയുധമൊക്കെ ഉണ്ടല്ലോ, ഗസക്ക് നേരെ ഉപയോഗിച്ച, ഇറാന് നേരെ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അതിനേക്കാൾ വലിയ ആയുധങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടല്ലോ. എന്നിട്ട് എന്തിയെ റഷ്യനെ അടിക്കാൻ പോകായിരുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇവരുടെ കയ്യിലിരിക്കുന്ന ആയുധത്തിന് എത്ര മൂർച്ചയുണ്ടോ അത്രയും മൂർച്ചയുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഉണ്ടെന്നുള്ളവർ ഇവർക്കും അറിയാം, അവർക്കും അറിയാം. അതുകൊണ്ട് നേരിടാൻ പേടി. ആ രാഷ്ട്രം വേറെ ഏതെങ്കിലും ആയുധമൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉക്രൈൻ അടിച്ചാൽ പിന്നെ ഈ രാഷ്ട്രം ഉണ്ടാകുക പോലുമില്ല ഭൂമിയിൽ.
പഠിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ കയ്യിൽ ഉണ്ടെന്ന് ഇവർ പറയുന്ന ആയുധത്തിന് എത്ര മൂർച്ചയുണ്ടോ അത്രയും അളവിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ റഷ്യയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് തിരിച്ചും പ്രയോഗിക്കും. അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി അവിടെ ഉണ്ടായപ്പോൾ എല്ലായിടത്തും പ്രതിസന്ധി ഉണ്ടായി. ഖത്തർ എണ്ണ നിർമ്മാണം കുറച്ചപ്പോൾ ലോകത്താകെ പ്രതിസന്ധിയായി. നമ്മുടെ വീട്ടിൽ പോലും ഗ്യാസ് ഇല്ല. ഗ്യാസിന് നെട്ടോട്ടം ഓടുകയാണ്. ഹോട്ടലുകൾ ഏതാണ്ട് കേരളത്തിൽ 75% ഹോട്ടലുകൾ അടച്ചു. ക്യൂ ആണ് സിലിണ്ടറിന് വേണ്ടി. ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റേ പ്രൈവറ്റ് പാർട്ടികളുടെ ഗ്യാസ് എടുത്തില്ലെങ്കിൽ, കണക്ഷൻ എടുത്തില്ലെങ്കിൽ അവർക്ക് സിലിണ്ടറും കൂടി ഉണ്ടാവില്ല എന്ന് ഇന്നത്തെ പത്രത്തിലൊക്കെ കണ്ടിരുന്നു. അത്രയും പ്രതിസന്ധിയായി. ഇവർ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇത് നമുക്ക് പഠിപ്പിച്ചേരുന്ന വസ്തുത എന്താണ്? ഈ ഇറാനും അറബ് രാഷ്ട്രങ്ങളും കൂടി ഒന്നിച്ച് തീരുമാനിച്ചാൽ ലോകത്ത് മൊത്തം പ്രതിസന്ധി ഉണ്ടാകും എന്നല്ലേ? ഇവർ ഐക്യപ്പെട്ട് നിന്നാൽ ഇതിനർത്ഥം എന്താണ്? അമേരിക്കയെയും ഇസ്രായേലിനെയും വരച്ച വരയിൽ നിർത്താൻ പറ്റും എന്നല്ലേ ഇതിനർത്ഥം? ലോകത്ത് മൊത്തം പ്രതിസന്ധി ഉണ്ടാകും ഇവർക്ക് പ്രതിസന്ധി ഉണ്ടായാൽ. അപ്പൊ ഇവർ തീരുമാനിച്ചാലോ? ഇവർക്ക് ഇറാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഡ്രോൺ ഇട്ടപ്പോൾ മൊത്തം പ്രതിസന്ധിയായി. ആ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ലോകത്ത് മൊത്തം പ്രതിസന്ധിയായി. അപ്പൊ ഇവർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ തീരുമാനിച്ചാൽ ലോകത്ത് മൊത്തം പ്രതിസന്ധി ഉണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും എന്ന് വിചാരിച്ചാൽ അമേരിക്കയും ഇസ്രായേലും ഉടനെ വരും അവിടെ. അതുകൊണ്ടാണല്ലോ പ്രതിസന്ധി ആയപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു ഇറാനോട് എണ്ണ വാങ്ങിക്കോ, വാങ്ങരുതെന്ന് പറഞ്ഞ റഷ്യയോടും പറഞ്ഞല്ലോ വാങ്ങിച്ചോ നിങ്ങൾ. എന്താ പ്രശ്നം ഉണ്ടായത്? പ്രതിസന്ധിയായി. അവർക്ക് പോലും തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നു. അപ്പൊ അതിനർത്ഥം ഞാൻ ഈ പറഞ്ഞതാണ്. ഇവർ തീരുമാനിച്ചാൽ, ഇവർ ഐക്യപ്പെട്ടാൽ, ഇറാനും അറബ് രാഷ്ട്രങ്ങളും കൂടി ഐക്യപ്പെട്ടാൽ ലോകത്ത് നീതി നടപ്പാക്കാൻ പറ്റും. അവരുടെ രാഷ്ട്രത്തിലല്ല, ലോകത്ത് നീതി ഈ രാഷ്ട്രങ്ങൾ, അമേരിക്കൻ സാമ്രാജ്യത്വവും ജൂത സയനിസവും ലോകത്ത് എങ്ങനെയാണോ അനീതി വിതയ്ക്കുന്നത്, അതുപോലെ തന്നെ ഈ രാഷ്ട്രങ്ങൾ ഐക്യപ്പെട്ടാൽ ലോകത്ത് നീതി വിതയ്ക്കാൻ ഇവർക്ക് പറ്റും. ലോകം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകം ഇന്ന് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതാണ്. കാരണം അവർ ഐക്യപ്പെട്ടാൽ, അവർക്കൊരു ഇച്ഛാശക്തി ഉണ്ടായാൽ ലോകത്ത് ഈ ഏമാന്മാരെ മുട്ടുകുത്തിക്കാൻ പറ്റും. ലോകത്ത് സമാധാനം അത്രമാത്രം പൊറുതികേടാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളല്ല, ഇറാനല്ല, ലോകത്ത് മൊത്തം മനുഷ്യകുലം. എത്ര തൻ്റെ ഇടത്തോടു കൂടിയാണെന്ന് പറയുന്നത്. ഇറാന്റെ പരമാധികാരിയെ വധിച്ചതിന് ശേഷം പിറ്റേന്ന് പറയുകയാണ്, ഇനി ഏത് പരമാധികാരിയെ തെരഞ്ഞെടുത്താലും ഞങ്ങൾ അയാളെ വകവരുത്തുമെന്ന്. ഇതൊക്കെ പറയാനുള്ള തൻ്റെ ഇടം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എന്നിട്ട് ഇത്രയും രാഷ്ട്രങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇറാനും അതേപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ലോകം ഇന്ന് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതാണ്. അത് ഇസ്ലാമികമായ ബാധ്യതയാണ് അവരുടെ. കാരണം വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ വിശ്വാസികളുടെ ദൗത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട സമൂഹമാണ് നിങ്ങൾ. ആ ലോകത്തെ ജനങ്ങൾ ഇവരെ കൊണ്ട് പൊറുതികേട് അനുഭവിക്കുകയാണ്. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആകപ്പാട് അനർത്ഥങ്ങളാണ്, ഫസാദാണ്, ഫിത്നയാണ്. അതുകൊണ്ട് ആ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അറബ് രാഷ്ട്രങ്ങൾ അതിന് മുതിരേണ്ടതുണ്ട്. ഇറാൻ ഇന്നലെ കൂടി പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെയും അമേരിക്കയെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സൈനിക ഐക്യം ഇവിടെ ഉണ്ടാക്കണമെന്ന്. ആരും ചെവി കൊടുത്തിട്ടില്ല. ആ ചെവി കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഇതിനു മുൻപ് ഗസയെ ആക്രമിച്ചപ്പോൾ ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞില്ലേ കേരളത്തിൽ നിന്ന്, അഥവാ മസ്ജിദുൽ അക്സയിൽ ജൂതന്മാർ കിടന്ന് നിരങ്ങിയാലും ഷിയാക്കളെ അതിനകത്തേക്ക് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞല്ലോ കേരളത്തിൽ. അതേ മാനസികാവസ്ഥയാണ് അറബികളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അമേരിക്കയുടെ സഹായം തേടിയാലും വേണ്ടില്ല, ഇറാന്റെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തേടൂല എന്ന മാനസികാവസ്ഥയാണുള്ളത്. ഇതൊരു തരം രോഗമാണ്. ഈ രോഗത്തിന് പരിഹാരമില്ല. ഇത് അറിവില്ലായ്മയല്ല, ഇത് ഈഗോയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ മാനസികാവസ്ഥയാണിത്. ജൂതൻ അക്സയിൽ നിരങ്ങിയാലും ഷിയ കടന്ന് കയറരുത്
ഇതാരുടെ മാനസികാവസ്ഥയാണിത്? ആ മാനസികാവസ്ഥയാണ് ഇപ്പോൾ അറബികൾക്കുള്ളത്. അമേരിക്കയുടെയും വേണ്ടി വന്നാൽ ഇസ്രായേലിന്റെയും സംരക്ഷണം ഞങ്ങൾ തേടിയാലും ഇറാന്റെ സംരക്ഷണം ഞങ്ങൾ തേടൂല. കാരണം ഇസ്രായേലിനെ വല്ലാണ്ട് വെറുപ്പിക്കണമെന്നൊന്നും ഒരു അറബ് രാഷ്ട്രത്തിനും ആഗ്രഹമില്ല. പിന്നെ അവരിതിന്റെ ഒപ്പം കൂടുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ലോകത്തെ മൊത്തം മുസ്ലിം മനസാക്ഷിയുടെ മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിലൊക്കെ ഈ വക തന്ത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇവരുടെ കാട്ടായങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നും ഇത് നിർത്തണം എന്ന് ഉറങ്ങിക്കിടന്ന ഒരു രാഷ്ട്രത്തിന്റെ നേരെ പോയി ബോംബിട്ട് പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾ. അത് അമേരിക്കയും ഇസ്രായേലും നിർത്തണം എന്ന് പറയാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ നിർത്തണം എന്നാണ്. ഇത് തുടങ്ങിയതാരാണ്? ഇത് തുടങ്ങിയത് ഇറാനല്ലല്ലോ. അത് പറയാനുള്ള നട്ടെല്ലില്ല അറബ് രാഷ്ട്രങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനിച്ചാൽ ഇത് സാധ്യമാകും. ഇച്ഛാശക്തി ഉണ്ടാകണം. അതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ? ഒന്നാമത് കരുത്തുറ്റ ഒരു ആദർശം അറബികൾക്കുണ്ട്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത എണ്ണ ശേഖരം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് അല്ലാഹു അതിനു പറ്റിയ ഭൂവിസ്താരം കൊടുത്തിട്ടുണ്ട്, ഭൂപ്രദേശം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുപോലെ കനിഞ്ഞു നൽകിയ വിശാലമായ ഒരു സാമ്രാജ്യം അറബികളുടെ കയ്യിലാണുള്ളത്. ഈ ഇറാനും ഈ അറബ് രാഷ്ട്രങ്ങളും കൂടി കൂടിയാൽ ലോകത്ത് സമാധാനം പുലർത്താൻ കഴിയും. ലോകത്ത് നിന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും കൂടിയാണ്. അവിടെ സമാധാനം കൊണ്ടുവരേണ്ടത് ഇവരുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്. നോക്കണം നിങ്ങൾ, സത്യനിഷേധികൾ അവർ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്ത് അനർത്ഥങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നു, ഇല്ലാ തഫഅലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഭൂമിയിൽ ധാരാളം ഫസാദും ഫിത്നയും ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിൽ പറയുകയാണ്. സത്യനിഷേധികൾ പരസ്പരം സഹകരിക്കുകയാണ് ലോകത്ത് അസമാധാനം വിതയ്ക്കുന്ന കാര്യത്തിൽ, ലോകത്ത് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങളും ഐക്യപ്പെടണം. നിങ്ങൾ ഐക്യപ്പെട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ ഫസാദ് ഉണ്ടാകും, ഭൂമിയിൽ ഫിത്ന ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് അനിവാര്യതയാണ് ഈ ഐക്യം എന്ന് പറയുന്നത്. ലോകത്ത് ബാക്കിയുള്ള രാഷ്ട്രങ്ങൾക്ക് അമേരിക്കക്കെതിരെ നിൽക്കാൻ, ഇസ്രായേലിനെതിരെ നിൽക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. അതേസമയം ഈ അറബ് രാഷ്ട്രങ്ങൾക്കില്ല. അറബ് രാഷ്ട്രങ്ങൾക്കുള്ള പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ അവർ അമേരിക്കയെ തങ്ങളുടെ രക്ഷാധികാരിയായി സ്വീകരിച്ചു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഞാനതാണ് ആമുഖത്തിൽ ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളെ, നിങ്ങൾ അമേരിക്കയെയും നിങ്ങൾ ഇസ്രായേലിനെയും നിങ്ങൾ രക്ഷാധികാരിയായി സ്വീകരിക്കരുത്. അവരുടെ വിലായത്ത് നിങ്ങൾ അംഗീകരിക്കരുത്. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരും അവരിൽപ്പെട്ടവരായി പോകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇങ്ങനെയുള്ള അക്രമികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിശാബോധം നൽകില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ഇങ്ങനെയുള്ള അക്രമികൾക്ക് അല്ലാഹു ദിശാബോധം നൽകില്ല. അക്രമികളായിട്ടാണ് അവരുമായിട്ട് കൂട്ടുകൂടുന്ന, അവരുടെ വിലായത്ത് അംഗീകരിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളായിട്ടാണ്, അക്രമികളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. മറിച്ച് അല്ലാഹ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഐക്യപ്പെടും. നിങ്ങൾ മിനിമം പരിപാടിയിൽ ഒരു ആദർശത്തിന്റെ കരുത്തുള്ള നിങ്ങൾ ഒന്ന് ഐക്യപ്പെടൂ എന്നാണ് പറയുന്നത്. അതിന് സന്നദ്ധമാകണം. അതിന് സന്നദ്ധമായാൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാകുള്ളൂ. ഇത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ലോകത്ത് ഇവരെ വരച്ച വരയിൽ നിർത്താൻ ആർക്ക് സാധിക്കുന്നുവോ അന്നേ ലോകത്ത് സമാധാനം ഉണ്ടാകുള്ളൂ. ആ വരച്ച വരയിൽ നിർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ഇവർക്ക് മാത്രമാണ്. ആ ഇച്ഛാശക്തി ഇവർ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇച്ഛാശക്തിയാണ് ലോകം ഇന്ന് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇറാൻ ഒരു പരിധിവരെ അതിന് സന്നദ്ധമായി നിൽക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങൾ കൂടെ നിന്നാൽ, പക്ഷെ അവർ കൂടെ നിൽക്കില്ല. നിങ്ങൾക്കറിയുമോ ഒരു സംഗതി? ഇറാൻ ആ ഭാഗത്ത് നിന്ന് ഇല്ലാതായാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇറാൻ ഇപ്പോൾ തന്നെ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലെഴയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് കൊണ്ടുപോയി സമ്മാനം കൊടുക്കുകയാണ്. കോടിക്കണക്കിന് ഡോളർ എടുക്കുക, വിമാനങ്ങൾ അടക്കം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ ഉണ്ട്. ഈ ഇറാനെ ഇല്ലാതാക്കാൻ നടക്കുന്നതിന്റെ കാരണം, ഇറാൻ ഇല്ലാതായാൽ അറബികളുടെ മുൻപിൽ ഒരു ചോയ്സ് ഇല്ല. അറബികളുടെ മുൻപിൽ പിന്നൊരു ചോയ്സ് ഇല്ല ഇറാൻ ഇല്ലാതായാൽ. കാരണം ഇറാന്റെ സൈനിക ശേഷിയെല്ലാം നശിച്ച് ഇറാൻ അങ്ങേയറ്റം ദുർബലമായാൽ നിങ്ങളൊന്ന് പശ്ചിമേഷ്യയിലേക്ക് നിങ്ങളുടെ ബുദ്ധി ഒന്ന് ചിന്ത ഒന്ന് കൊണ്ടുപോയേ, പിന്നെ അവിടെ എന്താ ഉള്ളത്?
ഒരു സായുധ ശേഷിയും ഇല്ലാത്ത കുറേ ചില്ലുകൊട്ടാരങ്ങൾ മാത്രം കെട്ടിപ്പണത് ഉയർത്തിയിട്ടുള്ള ഈ അറബ് രാഷ്ട്രങ്ങളും പിന്നെ ഇസ്രായേലുമാണ് ഉള്ളത്. പിന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരിടാനുള്ള ഭീഷണി ആരുടേതാണ്? പിന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരിടാനുള്ള ഏക ഭീഷണി ഇസ്രായേലിൻ്റെതാണ്. ഇസ്രായേൽ ഭീഷണി ഉയർത്തും. ഇതടങ്ങിയാൽ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഭീഷണി ഉയർത്തും. ഇത് വികസിപ്പിക്കാൻ വേണ്ടി, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം വികസിപ്പിക്കാൻ വേണ്ടി അവരുടെ വലിയ സ്കെച്ചും പ്രമാണമൊക്കെ അവർ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കാനുള്ള സന്ദർഭത്തിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അറബ് രാഷ്ട്രങ്ങൾ നേരിടാനുള്ള ഭീഷണി ഇസ്രായേലിന്റെ ഭീഷണിയാണ്. ഇസ്രായേലിന്റെ ഭീഷണി അറബ് രാഷ്ട്രങ്ങൾ നേരിട്ടാൽ നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ആ അറബ് രാഷ്ട്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുക്കാൻ, ബോംബ് തൊടുക്കാൻ ഈ അറബ് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി വെച്ചുള്ള മിലിറ്ററി ബേസുകളിൽ നിന്ന് അമേരിക്കൻ പോർവിമാനങ്ങൾ പറന്നുയരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഉയരില്ല. പിന്നെ ഇവരുടെ കൈവശമുള്ള ആകെ ആശ്രയം എന്താണെന്നറിയാമോ? ഈ എപ്സ്റ്റീൻ ഏമാന്മാരെ ഇപ്പൊ തൃപ്തിപ്പെടുത്തിയതിനേക്കാൾ കൂടുതലായി സമ്മാനങ്ങൾ കൊടുത്ത് ഇറാന്റെ ഭീഷണി ഉണ്ടാകരുത്, അതിന് ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ അറബ് രാഷ്ട്രങ്ങൾ പോകും. കാരണം പിന്നെ അവരുടെ മുമ്പിൽ ചോയ്സ് ഇല്ല. അത് ഈ അമേരിക്കക്കും അറിയാം. പിന്നെ ഇവരുടെ മുമ്പിൽ ചോയ്സ് ഇല്ല. പിന്നെന്ത് ചോയ്സ് ഉള്ളത്? പിന്നെ ആരാ ആ പ്രദേശത്ത് ഉള്ളത് ഇറാനെ, അമേരിക്കയെ നേരിടാൻ, ഇസ്രായേലിനെ നേരിടാൻ? ഇല്ല. ഈ ചോയ്സ് നഷ്ടപ്പെടുത്താനാണ് ഇറാനെ കയറി ആക്രമിക്കുന്നത്. ഇത് പക്ഷേ അറബികൾക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ നമ്മൾക്ക് വിചാരിക്കാൻ കഴിയില്ല. അവർ ഓൾറെഡി ട്രാപ്പിലാണ്. ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ബേസുകൾ ഉണ്ടാക്കിയത് അവർക്ക് തന്നെ ഭാരാവുകയാണ്. പക്ഷേ അവർ ട്രാപ്പിൽ പെട്ടിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചോദിച്ചാൽ, കെണിയിൽ അവർ പെട്ടിട്ട് ആ കെണിയിൽ ഇരുന്നു കൊണ്ട് ആ കെണിയുടെ കമ്പിവലകൾ ശക്തിപ്പെടുത്തുന്ന പണിയാണ് ഇപ്പോൾ അറബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെണിയിലാണ് പെട്ടിട്ടുള്ളത്. എന്നിട്ട് ആ കെണിയുടെ അകത്തിരുന്നു കൊണ്ട് ആ കെണിയുടെ കമ്പിവലകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് അറബികൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നേരിടാൻ കഴിയണമെന്നെങ്കിൽ ഈ ഇച്ഛാശക്തി, പടച്ചവനെ പേടി വേണം. നാളെ അള്ളാന്റെ മുമ്പിൽ എന്തു മറുപടി പറയും എന്നതിനെക്കുറിച്ച് പേടി വേണം. പടച്ചവൻ പറഞ്ഞു, നിങ്ങൾ അവരെ നിങ്ങൾ രക്ഷാധികാരികളായിട്ട് സ്വീകരിക്കരുത്. അതിനെക്കുറിച്ചൊന്നും ആർക്കും നമുക്ക് പറയാനില്ല. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശീസത്തിന് പ്രശ്നമുണ്ടെന്നാണ്. ഖുർആനിൽ പച്ചയായിട്ടല്ല പറഞ്ഞു, അവരെ രക്ഷാധികാരിയായിട്ട് സ്വീകരിച്ചാൽ അവരും ഇവരുടെ കൂട്ടത്തിലായിട്ട് ഞാൻ ഗണിക്കും. മാത്രമല്ല ഇത്തരം അക്രമികൾക്ക് ഞാൻ ഹിദായത്ത് നൽകൂല എന്നല്ല പറഞ്ഞു. അതിനെക്കുറിച്ച് വല്ല ആയത്തും ഉദ്ധരിച്ച് കേട്ടിട്ടുണ്ടോ? അതിന് പകരം 29 ദിവസം നോമ്പും അനുഷ്ഠിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഈദ്ഗാഹിൽ നിന്ന് പറഞ്ഞത്, ഇറാനിൽ പൗരത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും ഇവർ നരകത്തിലാണ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലണമെന്നാണ്. ഇവർ നരകത്തിലാണെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലണം. ഉമ്മഹാത്തുൽ മോമിനീൻ, നമ്മുടെ ഉമ്മ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ മഅദല്ലാഹ് വ്യഭിചാരിണിയാണ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലണം. ഇറാനിൽ എന്ത് കിട്ടണമെങ്കിൽ? പൗരത്വം കിട്ടണമെങ്കിൽ. 29 ദിവസം നോമ്പും പിടിച്ച് ഇതുപോലെ പച്ചക്കള്ളം നൂറുകണക്കിന് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ അപരാധമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം അവർ ചെയ്ത പണിയെക്കുറിച്ച് ഒരായത്തും ഹദീസും അക്കോട്ടും പുള്ളിയും കുത്തും കോപയും ഒക്കെ പറയുന്ന ആളുകൾക്ക് പറയാൻ പറ്റണില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാമികമായ ഒരു ആദർശത്തിൽ ഊന്നിയൊന്നുകൊണ്ടുള്ള ഒരു ഇച്ഛാശക്തി അറബ് രാഷ്ട്രങ്ങൾ കാണിച്ചാൽ അവർക്ക് വിജയിക്കാൻ പറ്റും. ഒറ്റ കാര്യം കൂടി പറയുകയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അന്ന് ഗസയെ ആക്രമിച്ച നാൾ മുതൽ ഈ അറബ് രാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നതാണ്. നമ്മൾ ഒത്തിരി ഖുതുബകൾ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? അവരെ ഐക്യപ്പെടുന്നില്ല. അവരെ രക്ഷാധികാരികളായിട്ട്, അവരെ ഇല്ലായ്മ ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളെ രക്ഷാധികാരികളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ എവിടെയാണ് പ്രശ്നം എന്ന് പറയാനാണ്. എന്താണ് പ്രശ്നം നമ്മുടെയൊക്കെ എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. ഇന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ സംഘപരിവാർ മുസ്ലിം സമൂഹത്തിന് നേരെ ശക്തമായ മുസ്ലിം വിരുദ്ധ പിടിമുറുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് തല്ലിക്കൊല്ലുന്നു, മറുവശത്ത് വോട്ടേഴ്സിന് പേര് മാറ്റുന്നു, മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മുസ്ലിം വിരുദ്ധ പ്രവണത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അടിച്ചൊതുക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇതൊക്കെ വാവിളർന്ന് നമ്മുടെ മുൻപിൽ നിന്നിട്ടും നമ്മുടെ മുസ്ലിം മതസംഘടനകൾക്ക് ഐക്യപ്പെടാൻ കഴിയണില്ല. അവിടെ ഒരു പ്രശ്നമില്ലേ? അതിന് പകരം അവരെന്താ ചെയ്യുന്നത്? ആരാണോ അടിച്ചൊതുക്കുന്നത്
അവരുടെ അരമനയിൽ ചെന്ന് നിന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു പീഡനം ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, തങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എന്തുമാകട്ടെ സംഘടനകളെ അവരാണ് തീവ്രവാദ സംഘടന, ദിവരാണ് ഭീകരവാദ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റുകൊടുക്കുകയാണ്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിയണില്ല നമുക്ക്. നമ്മൾ മുഖാമുഖം കണ്ടിട്ട് പോലും നമുക്ക് ഐക്യപ്പെടാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ 4000 കിലോമീറ്റർ അപ്പുറം കിടക്കാൻ അറബികളെ കുറിച്ച് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? 4000 കിലോമീറ്റർ അപ്പുറത്താണ് അറബികളുള്ളത്. നമ്മുടെ മൂക്കിൻ്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഐക്യപ്പെടാൻ പറ്റില്ല. അപ്പം എന്താണ് നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം ഈഗോയാണ്. ഇത് തന്നെയാണ് അവരുടെയും പ്രശ്നം. ഇത് തന്നെയാണ് അവരുടെയും പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഈ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുമ്പോഴും നമുക്ക് സംഘ് പരിവാർ ഫാസിസം അധികാരത്തിന്റെ അരമനയിലേക്ക് കാലെടുത്തു വെക്കാൻ ഇന്നലെ വരെ താൻ ഒരു പാർട്ടിയിലായിരുന്നെങ്കിലും ഇന്ന് ഇതിനൊരു തടയണ തീർക്കാൻ ഒന്ന് വോട്ട് മാറ്റി ചെയ്യേണ്ടതുണ്ട്. നമ്മളാരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് അപ്പോഴും ഉള്ളത് എൻ്റെ പാർട്ടി. ഇവിടെ സംഘപരിവാർ വന്നാലും വേണ്ടില്ല, ഇവിടെ ആര് വന്നാലും വേണ്ടില്ല, എൻ്റെ പാർട്ടിക്കേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇവിടെ വർക്കൗട്ട് ആവുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ, ഇവിടെ വർക്കൗട്ട് ആവുന്ന നമ്മുടെ ഒരു വികാരം ഉണ്ടല്ലോ. എന്തിൻ്റെ പേരിൽ? കേവലം ഒരു പാർട്ടി ബന്ധമുണ്ടെന്നതിൻ്റെ പേരിൽ. മിനിമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അറബികൾക്കുള്ളതൊരു പാർട്ടിയല്ല. അറബികൾക്കുള്ളത് ഹെക്ടറുകളും ഏക്കറുകളും വരുന്ന വിശാലമായ ഭൂപ്രദേശങ്ങളാണ് ഓരോ അറബ് രാജാക്കന്മാരുടെ കയ്യിലുള്ളത്. അതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, സുഖങ്ങൾ അത് നഷ്ടപ്പെടുത്താൻ അവർ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്കൊരു പാർട്ടിക്ക് പോലും മാറ്റി വോട്ട് ചെയ്യാൻ പറ്റാത്ത നമ്മളാണ് പറയുന്നത് ഇത്രയും വലിയ രാജ്യങ്ങളൊക്കെ കയ്യിലിരിക്കുന്ന അവരോട് അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിങ്ങനെ അങ്ങനെ പഠനം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറയുന്നത് നടപ്പാവണില്ലല്ലോ. നടപ്പാവാത്തതിൻ്റെ കാരണം ഇതാണ്. നമുക്കിത് പറ്റണില്ലല്ലോ. പിന്നെ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് അവരുടെ നേരെ ചൂണ്ടുന്നത്? ഇത് നമ്മൾ ആലോചിക്കണം. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിനാണ്. ഇത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളും പ്രതിസന്ധിയിലേക്ക് പോകും. പ്രതിസന്ധിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന് വിരുദ്ധമായി നമ്മുടെ താല്പര്യങ്ങളുടെ പേരിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും, ഏത് റമദാനിൽ പ്രാർത്ഥിച്ചാലും, ഏത് കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാലും ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇച്ഛാശക്തി കാണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.